ടു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർ. നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ഷോ ദ കിങ് ഓഫ് ഡാൻസസ് പ്രീമിയർ ഫുട്വെയർ ലെറ്റ്സ് ഡാൻസ് സീസൺ 2 ഇവിടെ തുടങ്ങാറായി കുറച്ച് നിമിഷങ്ങളിലുള്ളിൽ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് സ്വാഗതം ചെയ്യേണ്ട ആ ലവ്ലി പാനൽ ഓഫ് ജഡ്ജസ്. വെൽക്കം റോമിയോ ജൂലിയറ്റ്, ലേല മജ്നു, നമ്മുടെ ചീഫ് ജഡ്ജ് ശാന്തി മാസ്റ്റർ. വെൽക്കം ജഡ്ജസ് ടു പ്രീമിയർ ഫുട്വെയർ ലെറ്റ്സ് ഡാൻസ് സീസൺ 2. നമ്മുടെ ആദ്യത്തെ റൗണ്ട് തന്നെ പോവാൻ പോകുന്നത് ആക്ച്വലി ശാന്തി മാസ്റ്ററിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവം തന്നെയാണ്. എന്താ ശാന്തി മാസ്റ്റർ? വാട്ട് യു ഡോണ്ട് ലൈക്ക്? I don't like predams. Correct. That is the predams round. Okay, ശാന്തി മാസ്റ്റർ. എന്തായാലും ഇവിടെ നമ്മളെല്ലാവരും പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു കുട്ടി പൊട്ടാസ് ബോംബാണ് ഈ രാത്രി നമ്മളെല്ലാവരും പേടിപ്പിക്കാൻ വേണ്ടിട്ട് വരുന്ന കണ്ടസ്റ്റന്റ് മധു ആൻഡ് സാൻഡ്ര. അപ്പോ എനിക്കിപ്പോ തന്നെ ഹാർട്ട് അറ്റാക്ക് വരും. സാൻഡ്ര സീരിയസ്ലി ഷീ ഈസ് സ്കാരി. മധു യു ആർ ദ വിക്ടിം അല്ലേ? ആളിനെ കൊന്നിട്ട് കൊണ്ടുവരണാണ്. ഓക്കെ, പ്രതികാരം ചെയ്യണാണ്. ഓക്കെ, ചോര കുടിക്കുന്ന സാൻഡ്ര. ദാറ്റ്സ് എ നൈസ് ടൈറ്റിൽ ഫോർ ദ നെക്സ്റ്റ് മൂവി. യാ, അപ്പൊ ഈ ഒരു പെർഫോമൻസ് ശരിക്കും എല്ലാവരെയും പേടിപ്പിക്കണം. ഓക്കെ, ഗുഡ് ലക്ക്.
കുട്ടി ബ്രേക്ക് എടുത്താലോ? We'll be back on Premium Footwear Let's Dance Season 2. Unbelievable. ഒരു ഹൊറർ റൗണ്ട് ഇങ്ങനെ കൂടി ഒരു സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ദൈവമേ, you all are great. I'm telling you, great. ஆக்சுவலாக என்ன ஒரு டார்க் ரூமில் அடைச்சி வச்சு இந்த மாதிரி ஒரு 2 பேரை பர்ஃபார்மன்ஸ் பார்க்க விட்டா எப்படி இருக்கு? நான் ஃபுல் பர்ஃபார்மன்ஸ் இப்படி சுற்றி பார்த்துட்டே பார்த்தேன். இட் வாஸ் ரியலி சூப்பர்பியா. എന്ത് സാൻഡ്ര, ബാ പോയി പേടിപ്പിക്ക, ബാ ബാ ബാ. മുഖത്ത് രണ്ടുപേരുടെയും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി പോകേണ്ട മൂമെന്റ് തീർക്കണം മുന്നേ അടുത്തതിലേക്ക് ഇത് ചെയ്യണം അത് ചെയ്യണം എന്നുള്ള ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ ഒരുപാട് സ്ഥലത്ത് നമുക്കത് കാണാൻ സാധിച്ചു. നിങ്ങളുടെ ഡാൻസ് തന്നെയാണ് അവിടെ ഒരു സ്ക്രീനിലും ചെയ്തത്. ഒരാൾ സ്ക്രീനിലുണ്ട്, ഒരാൾ നേരിട്ട് വരുന്ന നല്ല. അതിനപ്പുറം ഒരു സർപ്രൈസിങ് ആയിട്ടൊരു വലിയൊരു എന്താ ഒരു വാവ് ഫാക്ടർ ഒന്നും ഇല്ല. മധു വിടമാട്ടെ. എന്റെ അവോ, ഇത് പേടിപ്പിക്കുന്ന ഒരു സത്യമായിട്ട് പേടിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. സാൻഡ്രയുടെ ഒരു പ്ലസ് പോയിന്റ് ഇസ് ഹർ സൈസ്. ബിക്കോസ് മധു ഇങ്ങനെ ഒരു കൈ കൊണ്ട് പൊക്കുന്നു, തോളത്തിടുന്നു. ആൻഡ് ദ ഫസ്റ്റ് ഇയർ എൻട്രി വാസ് ഒരു ഡെഡ് ബോഡി എങ്ങനെ കൊണ്ടുപോകുന്ന ലൈഫ്ലെസ് വാസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് യു നോ, സീരിയസ്ലി എനിക്ക് എന്താ പറയാ ഇനി. ശാന്തി മാസ്റ്റർ, ഞാൻ അധികം ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇറ്റ് വാസ് awesome, awesome, awesome. Thank you, Master. Unbelievable. ഒരു ഹൊറർ റൗണ്ട് ഇങ്ങനെ കൂടി ഒരു സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ദൈവമേ, you all are great. I'm telling you, great. Thank you, Master. ആരാണ് കൊറിയോഗ്രാഫർ? മാസ്റ്റർ ഞാൻ തന്നെയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ റെഫറൻസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ എൻ സൽമാൻ സാർ എന്ന് പറഞ്ഞ ഗംഭീര ഡാൻസേഴ്സാണ്. അവരെ ഞങ്ങൾ കണ്ട് അവരിൽ നിന്ന് കുറേ പഠിച്ചു. പിന്നെ ഞങ്ങളുടേതായ കുറച്ച് മോനോ, നമ്മളെല്ലാവരും അതായത് പല രീതിയിൽ എവിടെ നിന്നെങ്കിലും ഒരു റെഫറൻസ് എടുത്ത് പഠിക്കുന്നതാണ് ലൈഫിൽ. നമ്മുടെ ലൈഫ് തന്നെ ഒരു പാഠമാണ്. സോ വി ഹാവ് ടു ലേൺ സംതിങ് ഫ്രം അതേഴ്സ്. നീ എവിടെ നിന്ന് റെഫറൻസ് എടുത്താലും എനിക്കത് കുഴപ്പമില്ല. ഇവിടെ ഈ വേദിയിൽ നീ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു, അതാണ് നമുക്ക്. ഇറ്റ് വാസ് സോ സക്സസ്ഫുൾ. സാൻഡ്ര, എനിക്ക് ഇങ്ങനെ വേഷമിട്ട് ആരോടും എനിക്ക് ആക്ച്വലി സംസാരിക്കാൻ പോലും എനിക്ക് പേടിയാണ്, നാണക്കേടാണ് അത് പറയുന്നത് ഈ പ്രായത്തിൽ. പക്ഷേ ഐ ലവ് യു സാൻഡ്ര, ഐ ലവ് യു. ഗ്രേറ്റ് ഫ്യൂച്ചർ ഫോർ യു ബോത്ത്. ഗ്രേറ്റ് ഫ്യൂച്ചർ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു മാസ്റ്റർ. ലെല മാസ്റ്റർ പേടിച്ചോ? Thank you. ഫെന്റാസ്റ്റിക് കൊറിയോഗ്രാഫിയാണ്. ഒരു സ്റ്റോറി പോലെ ഉണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ ഒരു ഡാൻസ് ഹൊറർ റൗണ്ട് പറയുമ്പോൾ അതിൽ ഹൊറർ റൗണ്ടിന് വെറുതെ നമ്മൾ ഡാൻസ് മാത്രം കാണിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് ഒരു ചെറിയ എന്തെങ്കിലും ആരെങ്കിലും കൊല ചെയ്യുന്ന പോലെ എന്തെങ്കിലും കാണും. പക്ഷെ ഇറ്റ് വാസ് എ പ്രോപ്പർ സ്റ്റോറി. ബിഗിനിങ്ങിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ആൻഡ് സാൻഡ്ര ഫെന്റാസ്റ്റിക് എക്സ്പ്രഷനാണ്. എന്താ പറയുക, ഒരു ക്യാരി ഓവർ. പിന്നെ അതിന് അനുസരിച്ച് നമ്മൾ മധു ഫെന്റാസ്റ്റിക് ആയിട്ട് കൊറിയോഗ്രാഫി കൂടെ ഉണ്ടായിരുന്നു. പ്ലസ് നിങ്ങൾ ആ ടൈമിങ്ങിനെ എല്ലാം ചെയ്തില്ലേ, ആ ഫോളിങ് ജമ്പ് ഇതെല്ലാം ചെയ്യാൻ പറ്റില്ല. സി ഇറ്റ് വാസ് ലുക്കിംഗ് ലൈക്ക് എ ഡാൻസ്. സോ ഇതിന് ക്രെഡിറ്റ് സത്യമായിട്ട് പറഞ്ഞാൽ സാൻഡ്ര നന്ന കവറപ്പായി. ഏതോ പേയ്ക്ക് വേഷം ഇട്ടു, സോ ഈസി ആയിട്ട് എസ്കേപ്പ് ആയി. പക്ഷെ നിനക്ക് ഒന്നുമില്ല അവിടെ. നിന്റെ പാർട്ടാണ്. നിന്റെ ജസ്റ്റ് ഒരു നോർമൽ ഷർട്ട് നോർമൽ പാൻറ് ഇട്ടിട്ട് അത്രയും നിന്റെ ടാലൻ്റാണ് നീ കാണിച്ച് സാൻഡ്ര ആ പെർഫോമൻസിനെ കവറപ്പ് ചെയ്തത്. ഇറ്റ് വാസ് എ ബെസ്റ്റ് പാർ പെർഫോമൻസ്. താങ്ക് യു. റോമിയോ ജൂലിയറ്റ്. മധു, സാന്ദ്ര, സൂപ്പർ 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 പെർഫോമൻസ്. ഒരു ശരിക്കും ഇത്രയും ഒരു എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശരിക്കും ഇങ്ങനെ ഒരു പെർഫോമൻസ് നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ സാന്ദ്രയുടെ മധുവിൻ്റെ വലിയൊരു ഫാനായ. ശരിക്കും ആദ്യം നിങ്ങളുടെ അറിഞ്ഞ് ഇട്ട പേര് പോലെ ഉണ്ട്, പൊട്ടാസ് ബോംബ്.
ശരിക്കും രണ്ട് കുട്ടി പിശാച് സത്യമായിട്ടും ഉള്ളിൽ ചെറിയൊരു പേടി പോലെ തോന്നി. எனக்கு கொஞ்சம் பேடி இல்லை, நான் ரொம்ப பேடிச்சு. ஆக்சுவலாக என்ன ஒரு டார்க் ரூமில் அடைச்சி வச்சு இந்த மாதிரி ஒரு 2 பேரை பர்ஃபார்மன்ஸ் பார்க்க விட்டா எப்படி இருக்கு. நான் ஃபுல் பர்ஃபார்மன்ஸ் இப்படி இப்படி சுற்றி பார்த்துட்டே பார்த்தேன். ഇറ്റ് വാസ് റിയലി സൂപ്പർബ്യാ. ശരിക്കും സൂപ്പർ പെർഫോമൻസ്, ഓസം. ഇതുപോലെ തന്നെയുള്ള പെർഫോമൻസ് ഇത് മുന്നോട്ട് ഈ ഒരു പെർഫോമൻസിന്റെ ഒരു ലെവലിൽ മെച്ചപ്പെട്ട് വരട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു റോമിയോസ് ജൂലിയറ്റ്. അപ്പോൾ മധു സാൻഡ്ര, ശരിക്കും നിങ്ങൾ എല്ലാവരും പേടിപ്പിച്ചു. അങ്ങനെ നല്ല പേടിപ്പിക്കുന്ന മാർക്സ് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഞാനിപ്പോൾ ഞങ്ങളുടെ മാർക്സ് പറയാൻ വേണ്ടിയിട്ട് അരവിന്ദർ സ്റ്റേജിലേക്ക് അയക്കണം. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് ചെയ്തു. ലാസ്റ്റ് ടൈം നിനക്ക് ഞാൻ ഹഗ് കൊടുത്തു, പക്ഷേ ചാനൽ എന്തോ മോശം ചെയ്ത് ആ ഹഗ് കട്ട് ചെയ്തു അല്ലേ? അതിന് എനിക്ക് ഏതോ പ്രശ്നം, എനിക്ക് ഫീലിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞു. എത്ര ഹഗ് വേണം എനിക്ക് എടുത്തോ? എന്താ പറയാ, മാർക്ക്, അതായത് ഞങ്ങളുടെ ടോട്ടൽ ഫ്രണ്ടായി. ഇപ്പൊ ഏത് പേര് വന്നാലും എനിക്ക് കുഴപ്പമില്ല. നെക്സ്റ്റ് ശാന്തി മാസ്റ്റർ, ബാ പോവാ. അടുത്ത് വരുമ്പോ ഇല്ല, നീ എന്റെ ഫ്രണ്ട് അല്ലേ, അപ്പൊ എല്ലാരും പറഞ്ഞില്ല കണ്ണാ. എനിക്ക് പേടി എന്താണെന്നറിയോ, ഇങ്ങനെയൊക്കെ അടുത്ത് കാണുമ്പോ ഞങ്ങളുടെ എല്ലാവരുടെ മാർക്ക് അരവിന്ദർ പറഞ്ഞോളൂ. എല്ലാവരുടെ മാർക്കും പറഞ്ഞോളൂ. എത്ര വരും? 30 മാർക്ക്. 30 മതിയോ? 30 മതിയോ? അപ്പൊ പറഞ്ഞു 30 മാർക്ക്. Congratulations Madhu Sandra, 30 on 30. അപ്പോൾ this was a perfect horror dance. ഇനി അടുത്ത റൗണ്ട്സ് എങ്ങനെ ഫുൾ മാർക്സ് മേടിക്കാം കേട്ടോ. എനിക്ക് ഒരു കാര്യം മാത്രമാണ്, ഇവിടത്തുള്ള ശാന്തി മാസ്റ്ററിന് പിന്നെ ആ റോമിയോ ജൂലിയറ്റ് ആ സ്ഥലത്തിൽ പോയിട്ട് എന്തെങ്കിലും നീ പേടിച്ചിട്ട് വന്നാൽ ഞാൻ നെക്സ്റ്റ് റൗണ്ടിന് എനിക്ക് എന്തെങ്കിലും ഒരു മാർക്ക് എക്സ്ട്രാ, ഒരു മാർക്ക് മാത്രം കൊടുക്കും എക്സ്ട്രാ. നിന്റെ മാർക്ക് അത് എനിക്ക് അറിയില്ല. ഇല്ല കണ്ണ, എന്റെ അടുത്ത് വേണ്ട. നീ ആക്ടിംഗ് ആണ്, അഭിനയിക്കുന്നത്. നീ സെൻട്രൽ പേയാണ്. ഇത്രയും വലിയൊരാള് പറയുമ്പോ അത് നമ്മൾ അനുസരിക്കണം. ഓക്കെ എന്നെ അനുസരിക്കല്ലേ? എന്ത് സെൻട്രാ? ബാ പോയി പേടിപ്പിക്ക. ബാ ബാ ബാ. അരവിന്ദ് സാൻഡ്രനെ കൊണ്ടുപോയി മധുദേ എന്നെ കൊണ്ടുപോകുന്നു. മധു സാൻഡ്ര, താങ്ക് യു സോ മച്ച് ആൻഡ് കോൺഗ്രാറ്റ്സ്. 30 on 30 കിട്ടി. അപ്പൊ ഇങ്ങനെ ഈ ഒരു അടിപൊളി പെർഫോമൻസ് കഴിഞ്ഞു. ഇനി അടുത്ത പെർഫോമൻസിലേക്ക് പോകുന്ന മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. We'll be back on Premier Footwear Let's Dance Season 2. മുഖത്ത് രണ്ടുപേരുടെയും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി പോകേണ്ട മൂമെന്റ് തീർക്കണം മുന്നേ അടുത്തതിലേക്ക് ഇത് ചെയ്യണം അത് ചെയ്യണം എന്നുള്ള ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ ഒരുപാട് സ്ഥലത്ത് നമുക്കത് കാണാൻ സാധിച്ചു. നിങ്ങളുടെ ഡാൻസ് തന്നെയാണ് അവിടെ ഒരു സ്ക്രീനിലും ചെയ്തത്. ഒരാൾ സ്ക്രീനിലുണ്ട്, ഒരാൾ നേരിട്ട് വരുന്ന നല്ല. അതിനപ്പുറം ഒരു സർപ്രൈസിങ് ആയിട്ടൊരു വലിയൊരു എന്താ ഒരു വാവ് ഫാക്ടർ ഒന്നും ഇല്ലായിരുന്നു. വെൽക്കം ബാക്ക് ടു പ്രീമിയർ ഫുട്വെയർ ലെറ്റ്സ് ഡാൻസ് സീസൺ 2. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർ. ഇവിടെ കളർ റൗണ്ടില് ഈ വേദിയിൽ ഒരു അടിപൊളി ഓറഞ്ചിഷ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇവിടെ എത്തുന്നു ഫിറോസ് ആൻഡ് ഷമീർ. ഫിറോസ്, ഷമീർ, ഒരു ബ്യൂട്ടിഫുൾ ഓറഞ്ച് ഡ്രസ്സിംഗ് ആൻഡ് ഓൾ. എന്തെങ്കിലും കോൺസെപ്റ്റ് തീം എന്തെങ്കിലും ഉണ്ടോ? അഗ്നിദേവന വർണ്ണിക്കും. ഓക്കെ, അപ്പൊ അഗ്നി ദേവത അഗ്നിദേവൻ അവരെ വർണ്ണിക്കുന്ന ഒരു ഇതാണ്. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് ഈ പെർഫോമൻസ് അങ്ങ് കാഴ്ചവെച്ചോളൂ. താങ്ക് യു.
Sun, fire, light. All these are signs of power. അല്ലേ? And ഇത് കുറച്ച് എന്താ പറയുക സ്പിരിച്വലുമാണ്. ബട്ട് നമുക്ക് നോക്കാം ഈ ഒരു സ്പിരിച്വൽ ആൻഡ് പവർഫുൾ ആക്ട് എത്രത്തോളം പവർഫുൾ ആയിരുന്നു. ശാന്തി മാസ്റ്റർ. ഫിറോസ് ആൻഡ് ഷമീർ, താങ്ക് യു ഫോർ സെലക്ടിങ് ഓറഞ്ച് കളർ. ആക്ച്വലി ഇതിൻ്റെ കോൺസെപ്റ്റ് തന്നെ തീയാണ് അല്ലെ, അഗ്നി. സോ വെരി ബ്യൂട്ടിഫുള്ളി എക്സിക്യൂട്ടഡ്. നല്ല പ്രോപ്പർട്ടീസാണ് നിങ്ങൾ കൊണ്ടുവന്നത് ഇതിൻ്റെ ഇടയ്ക്ക്. ഈ അഗ്നിയെ കാണിക്കാനുള്ള പ്രോപ്പർട്ടീസ് എല്ലാം നന്നായിരുന്നു. നല്ല ഒരു ടീമായിരുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വന്നത്. പിന്നെ ഒപ്പം തന്നെ ഒരു നല്ല ഒരു ഐഡിയ ആണ്. 2 പേര് ഫീമെയിൽസ് 2 സൈഡിൽ നിർത്തിയിട്ട് ക്ലാസിക്കൽ ഫോമിൽ അവർ ആക്ഷൻസ് ഒക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നത് നന്നായിരുന്നു. ഫിറോസിന് ഒരു കുഴപ്പം പണ്ടുണ്ടായിരുന്നു, മറവി. ഒരു മൂമെൻറ്റ് സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ അത് തന്നെയായിരിക്കും. ഈ പെർഫോമൻസിൽ ഈ 4ാമത്തെ ലെവലിൽ ഫിറോസ് സെയിം ആ കുഴപ്പം വീണ്ടും വന്നു. പിന്നെ ഗ്രൂപ്പും കൂടി പൊടിക്ക് ഒരു ക്ലംസിനെസ് ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം ആരാണ് അങ്ങനെ
കൺഫ്യൂസ്ഡ് ആയത് എന്ന് വെച്ച്. പിന്നെ ഒരു മുഖത്ത് രണ്ടുപേരുടെയും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പെർഫോം ചെയ്യുമ്പോൾ. ഇത് അതായത് ഒരു ഓട്ടം പിന്നെ അടുത്തതിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. രുദ്രതി ഇത് കഴിഞ്ഞു, ഇത് തീർക്കുന്ന മുന്നേ ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി പോകേണ്ട മൂമെന്റ് തീർക്കുന്ന മുന്നേ അടുത്തതിലേക്ക് ഇത് ചെയ്യണം അത് ചെയ്യണം എന്നുള്ള ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ ഒരുപാട് സ്ഥലത്ത് നമുക്കത് കാണാൻ സാധിച്ചു. ഒരിക്കലും അങ്ങനെ പ്രാക്ടീസ് ചെയ്യരുത്. പ്ലസൻറ്റ് ഇപ്പം ഏത് ഫോം ചെയ്താലും അതിനായിട്ടുള്ള ബോഡി ലാംഗ്വേജും അതിനായിട്ടുള്ള എക്സ്പ്രഷനും മസ്റ്റാണ് ടു ബി എ ക്വാളിഫൈഡ് ഡാൻസർ. ഇത്രയും ഒരു നല്ല പ്രസൻറ്റേഷൻ, വിഷ്വലി വളരെ ഒരു ഗ്രാൻഡ് പ്രസൻറ്റേഷൻ ആയിരുന്നു. All this was disturbing me in between. Competition aanu, don't take it light. Okay, wishing you all good luck for your very few rounds. Thank you, Master. Leela Majnu. Hi, Firoz Samir. ഇംപ്രൂവ്മെൻ്റ് ഉണ്ട് നിങ്ങളുടെ ഡാൻസിൽ. നിങ്ങൾ ചെയ്ത കോൺസെപ്റ്റ് ഈ കോൺസെപ്റ്റിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്, അതിന് ഒരു പ്രശ്നമില്ല. സ്മോൾ മിസ്റ്റേക്സ് ആണ് ആ കോർഡിനേഷൻ, ഡാൻസേഴ്സിൻ്റെ കോർഡിനേഷൻസ്. പിന്നെ കുറച്ച് നമ്മൾ പുറത്ത് ചെയ്യുമ്പോൾ കൂടുതൽ നമ്മളുടെ പൊസിഷൻ നന്നായിട്ട് നമ്മൾ നോക്കും, പക്ഷെ മിസ്സാവും. അത് തന്നെ ചെറിയ മിസ്റ്റേക്സ് ആണ് ഉണ്ടായിരുന്നു. ആ ക്ലംസിനെസ് മാത്രമാണ് തോന്നിയത്. ഗേൾസ് ഉള്ള ഫ്രണ്ട് ആ മ്യൂസിക്കിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി. പക്ഷേ നിങ്ങൾ അത് വെറൈറ്റീസ് ഓഫ് ഫയർ ഏതുപോലാണ് യൂസ് ചെയ്യാൻ പറ്റൂ എന്ന് കാണിച്ചു. ഇറ്റ് വാസ് വെരി നൈസ്, പ്ലസൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്മോൾ മിസ്റ്റേക്സ് ആണ്. അതിന് ക്ലംസിനെസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഡിസ്ട്രാക്ഷൻ ആവും, നന്നായിട്ട് പോകുമോ. സോ ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു ഫയറിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു എലിമെൻറ്റിനെ കുറിച്ചോ നമ്മൾ ചെയ്യുമ്പോൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. അതിനെ യൂസ് ചെയ്യുന്ന രീതിയായിട്ടുണ്ടാവട്ടെ, പിന്നെ അതിനെ നമ്മൾ വിത്ത് ഡാൻസസ് ആയിട്ട് ചെയ്യുമ്പോൾ. സോ അത് സ്മോൾ തിങ്സ്. ബട്ട് യുവർ പെർഫോമൻസ് ഐ ലവ്ഡ് ഇറ്റ്. നല്ല പെർഫോമൻസ് ആണ്, കുഴപ്പമില്ല. സ്മോൾ മിസ്റ്റേക്സ് ആൻഡ് മറക്കണുണ്ട്. സോ ഇത്രയും ആൾക്കാർ ചെയ്യുമ്പോൾ നമ്മൾ മറന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ലോസ് അല്ലേ സമീരേ? തന്നെ അല്ലേ? അപ്പോൾ നമ്മൾ നന്നായിട്ട് ചെയ്യുന്നതല്ലേ, നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ചെയ്യണം. എനിവേ ഇറ്റ് വാസ് നോട്ട് എ ബാഡ് പെർഫോമൻസ്, ഇറ്റ് വാസ് ഗുഡ് പെർഫോമൻസ്. പക്ഷെ കുറച്ച് ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you. Romeo Juliet. Firoz and Shamir, it was very nice. Colorful color, orange. Presentation எல்லாமே நல்லா இருந்தது. ஃபிரோஸ்க்கும் ஷமீருக்கும் ஐ ஃபெல்ட் இஸ் ஹாஃப் பீட் வந்து ஃபிரோஸ் கொஞ்சம் அவங்க ரெண்டு பேர்த்துக்குள்ள மிஸ் அண்டர்ஸ்டாண்டிங் இது த்ரூ அவுட் த பர்ஃபார்மன்ஸ் அண்ட் சின்ன மிஸ் அண்டர்ஸ்டாண்டிங். அப்புறம் ஜானேட்டா, இந்த ரெண்டு பொண்ணுங்க வந்த பிறகு வாட் டிட் யூ ஃபீல் த டிஃப்ரென்ஸ்? ഇപ്പോൾ രണ്ട് പേരായതുപോലെ ഉണ്ട്. എപ്പോഴെങ്കിലും ഇപ്പോൾ അവർക്ക് തോന്നി അവർക്കൊരു പേരായിട്ട് വേണമെന്നുള്ള ഒരു രണ്ട് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആളുകളെ കൂടെ ആഡ് ചെയ്തപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സിങ്കും പോയി. ആ ടീമും നിങ്ങളും ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഫിറോസും ഷമീറും ആണ് ഏറ്റവും കൂടുതൽ ഡാൻസ് ചെയ്യുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ പോലും ആ ജമ്പൊക്കെ ഷമീർ ഇതിന് ശേഷമാണ് ഫിറോസ് ചെയ്തത്. whatever it is, you both are very good performers. Third level la romba nalla best performer award alla vaangirkeenga. So I hope you will do best coming rounds. നല്ല കോൺസെപ്റ്റ് ആയിരുന്നു, നല്ല എക്സിക്യൂഷൻ ആയിരുന്നു. ആകെ ഒരു അല്പം കല്ല് കടിച്ചത് നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസിലെ ഒരു കോർഡിനേഷൻ മിസ്റ്റേക്ക് ആണ്. അടുത്തതിൽ ഇംപ്രൂവ് ചെയ്യും. വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. അപ്പോൾ ഫിറോസ് ഷമീർ ഇത്ര ബുദ്ധിമുട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു കോർഡിനേഷൻ ഒന്നും മിസ്സാവുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും കുറച്ച് സങ്കടം വരുന്നത്. പക്ഷെ മാർക്സ് എന്താണെന്ന് ചോദിക്കാം. ശാന്ത് മാസ്റ്റർ. I'll give you 9 on 10. 9 on 10. Leela Majnu. 9 on 10. 9 on 10. Romeo Juliet. 9 on 10. 9 on 10. 27 out of 30. അപ്പൊ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഫിറോസ്, നീ ഇപ്പൊ ഇതിനു മുമ്പ് എന്താ പറഞ്ഞു എന്നോട്? എന്തോ പറഞ്ഞു? അത് ഷമീർ എപ്പോഴും പരാതി പറയുന്നത്. എന്താ പരാതി? ഇത്ര ഇവിടെ വന്ന് നിന്നിട്ട് അവനിക്കൊരു മൈക്കിൽ കൂടി ഒരു പാട്ട് പാടാൻ പറ്റിയില്ല. ഓ, എപ്പോഴും ഞാൻ ആ സൈഡിലല്ലേ, അപ്പൊ എപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഫിറോസിനോടാണ്. പക്ഷെ ഇപ്പം ഞാൻ ആ പരാതി അങ്ങ് പാടാൻ അറിഞ്ഞൂടാ. രണ്ട് വഴിപാട് നീ പറയാനല്ലേ എപ്പോഴും പറയും. ഇല്ല ഷമീർ, നീ പറയാറുണ്ട്, ഫിറോസ് കള്ളം പറയാറില്ല. എപ്പോഴും അവിടെ പറയും എപ്പോഴും പാടണോന്ന്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇല്ല പാടിയാൽ ഇപ്പൊ കിട്ടിയ മാർക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും.
പാടിയില്ലെങ്കിൽ ആ മാർക്കിൽ ആക്ച്വലി ശരിക്കും ഞാൻ ഉദ്ദേശിച്ച മാർക്ക് തരും. ഞാൻ പാടിയാ പിന്നെ നിങ്ങൾക്ക് അവിടെ ഇരിക്കാകത്തില്ല. ഇല്ല, ഞങ്ങളിരിക്കും. ഞങ്ങളെല്ലാം താങ്ങുന്ന ഇതയങ്ങളാണ്. എല്ലാം ഞങ്ങൾക്ക് താങ്ങാൻ പറ്റും. സമയമില്ല, പ്രേക്ഷകരത് കണ്ടോണ്ടിരിക്കുകയാണേ. ശാന്തി മാസ്റ്റർ ഇവിടെ പറയുന്നത് ഷമീർ പാട്ട് പാടുവല്ല, ബട്ട് മിമിക്രിയും ചെയ്യും. ഇല്ല സിജ, വേറെ ഒരു കാര്യം ഞാൻ എന്താ പറഞ്ഞ, ഈ ലെവല് എന്തിന്റെ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു. കൊറിയോഗ്രാഫേഴ്സിന്റെ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ലെവലാണ് ഈ ലെവൽ. അതുകൊണ്ടാണ് ഓരോരോ പെർഫോമൻസ് കഴിയുന്നതോറും നമ്മൾ ആരാണ് കൊറിയോഗ്രാഫ് ചെയ്ത് അവരെ ഒന്ന് കൂടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നതാണ്. അപ്പം അങ്ങനെ നിങ്ങൾ തന്നെ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഡീഷണൽ ടാലൻറ്റ് അത് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെച്ചേ പറ്റും. മിമിക്രി അറിയാല്ല, പാടണ്ട, മിമിക്രി ചെയ്. മിമിക്രി എടാ അവന് ഒന്നും ചെയ്യില്ലേ, അവന് ചെയ്യൂലോ. മോനോ, ഇത്രയും പേര് ഇവിടെ ചോദിക്കുമ്പോൾ ഒരു മര്യാദ വേണം. സമീർ മിമിക്രി നോക്ക, അവിടെ ഫാൻസ്. അയ്യോ, എയർപോർട്ടിലേക്കുള്ള വണ്ടി വിട്ടോ? വീട്ടില്ലേ? വിടാം. പാട്ട് ഫിറോസ് പാടുവോ? ഞാൻ പാട്ടോ ഇല്ല, ഞാൻ ചോദിച്ചത് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരല്ലേ കൊറിയോഗ്രാഫേഴ്സ് ഇതിന്റെ. ഇപ്പൊ ഷമീർ എന്തോ ഒരു ചെറിയ ഡയലോഗ് പറഞ്ഞു, അത് ഇറ്റ് വാസ് ഓക്കെ. ഇപ്പൊ ഫിറോസ് പാട്ട് പാട്. ഞാൻ സംസാരിക്കുന്ന എന്നെ തിരിയത്തില്ല, ഇനി പാട്ട് കൂടി പാടിയ. ഇല്ല ഇങ്ങനെ ഒരു പാട്ട് കേട്ടാൽ എങ്ങനെയായിരിക്കും അല്ലെ ഈ ഒരു ലാംഗ്വേജിൽ? मैं अजनबी तू ही कभी आवाज जिंदगी. अरे ആവാസ് ദേ എങ്ങോട്ടോ പോയി. ഇനി നമ്മൾ ഇനി കൂടുതൽ യാത്രയില്ല, ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഓൺലി ഓൺ പ്രീമിയർ ഫുട്വെയർ. ലെറ്റ്സ് ഡാൻസ് സീസൺ 2. Every day I'm shuffling. നിങ്ങളുടെ ഡാൻസ് തന്നെയാണ് അവിടെ ഒരു സ്ക്രീനിലും ചെയ്തത്. ഒരാൾ സ്ക്രീനിലുണ്ട്, ഒരാൾ നേരിട്ട് വരുന്ന നല്ല. അതിനപ്പുറം ഒരു സർപ്രൈസിങ് ആയിട്ടൊരു വലിയൊരു എന്താ ഒരു വാവ് ഫാക്ടർ ഒന്നും ഇല്ല. വെൽക്കം ബാക്ക് ടു പ്രീമിയർ ഫുട്വെയർ. ലെറ്റ്സ് ഡാൻസ് സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർ. നമ്മൾ ഇനി ലാസ്റ്റ് റൗണ്ടിലേക്കാണ് പോകുന്നത്. ഏതാണ് അറിയണ്ടേ? കൊറിയോഗ്രാഫേഴ്സ് ചോയ്സ് റൗണ്ട്. ഈ റൗണ്ടിൽ സ്വാഗതം ചെയ്യാം ജിഷ്ണുദാസ് ആൻഡ് സുഹേദ്. ഹലോ ജിഷ്ണുദാസ്, സുഹേദ്. സ്റ്റൈലനായിട്ടുണ്ട്. ഓക്കെ, ആരാണ് കൊറിയോഗ്രാഫർ? ഷാനിക തന്നെ. ഓക്കെ, അപ്പോൾ വി ക്യാൻ എക്സ്പെക്ട് വണ്ടേഴ്സ് അല്ലേ? ഓക്കെ, കൊറിയോഗ്രാഫേഴ്സ് ചോയ്സ് റൗണ്ട് വരുമ്പം എല്ലാവർക്കും ഇതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ബിക്കോസ് ഈ റൗണ്ടിലാണ് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഈ റൗണ്ട് പെർഫോം ചെയ്യാം. നല്ല മാർക്സും അവിടുന്ന്. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു.
6, 7, 8. Every day I'm shuffling. Shuffling. We'll go for a short break and be right back on Premier Footwear. Let's Dance Season 2. അത്രയും ഹിപ്പ് ഹോപ്പ് സ്റ്റൈലിഷ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് അത്രയും മെമ്മറൈസ് ചെയ്ത് കളിക്കുന്നത് ഇറ്റ് വാസ് ഹാൻഡ്സ് ഓഫ് ആൻഡ് നൈസ് കൊറിയോഗ്രാഫി ആൻഡ് എ നൈസ് അറ്റംപ്റ്റ്. നിങ്ങളുടെ ഡാൻസ് തന്നെയാണ് അവിടെ ഒരു സ്ക്രീനിലും ചെയ്തത്. ഒരാൾ സ്ക്രീനിലുണ്ട്, ഒരാൾ നേരിട്ട് വരുന്ന നല്ല, അതിനപ്പുറം ഒരു സർപ്രൈസിങ് ആയിട്ടൊരു വലിയൊരു ഒരു വാവ് ഫാക്ടർ ഒന്നും ഇല്ലായിരുന്നു. ജിഷ്ണുദാസ്, സുഹേദ്, എന്തായിരുന്നു വീഡിയോ ബോൾ നോക്കണോ ഇവിടെ പെർഫോമൻസ് നോക്കണോ? ആൻഡ് വാട്ട് ലിങ്ക് ഇറ്റ് വാസ്. ഒരു നല്ലൊരു സിങ്ക്രണൈസേഷൻ തന്നെ ഉണ്ടായിരുന്നു. ശാന്തി മാസ്റ്റർ, ഈ ഒരു ടോട്ടൽ ഐഡിയ തന്നെ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെന്റ് അല്ലേ കൊറിയോഗ്രാഫേഴ്സ് ചോയ്സ് റൗണ്ടിന്? അതായത് ഈ ഒരു സീസണിൽ നമ്മൾ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തത് ഈ വീഡിയോ വോളാണ്. ഒരുപാട് പെർഫോമൻസസ്, ഒരുപാട് റൗണ്ട്സ്, ഒരുപാട് നമ്മുടെ കണ്ടസ്റ്റൻസ്. ഈ വീഡിയോ വോള് വേറെ വേറെ വെറൈറ്റീസ്, വേറെ വേറെ രീതിക്കാണ് അവരിത് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഒരു കൊറിയോഗ്രാഫേഴ്സ് ചോയ്സ് കിട്ടിയപ്പം മേ ബി ഷാനി യൂസ്ഡ് ഇറ്റ് ഇൻ ദാറ്റ് വേ. വെരി ഗുഡ് ഐഡിയ ഷാനി. എനിക്ക് ഒരു ചെറിയതായിട്ട് തോന്നിയത്, ഒരു ചെറിയ പ്രശ്നമായിട്ട് തോന്നിയത്, ആ വീഡിയോ വോളിൽ വന്ന ഫിഗേഴ്സിൻ്റെ ഡാൻസിങ് പൊസിഷൻ കുറച്ച് നീണ്ടുപോയി. അത് പൊടിക്ക് കുറയ്ക്കണമായിരുന്നു. അത് ആ ഐഡിയ യൂസ് ചെയ്തിട്ട് പിന്നെ എങ്ങനെ ഈ ലൈവും ആ വീഡിയോ വോളായിട്ടുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെയ്തത് മോശമല്ല, നല്ലൊരു ഐഡിയ ആണ്. ഐ ഓൾവേസ് വെൽക്കം ന്യൂ ഐഡിയാസ്. അങ്ങനെ എനിക്ക് ഈ ഐഡിയ വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു എഫേർട്ടും അറ്റംപ്റ്റ് ആയിരുന്നു നിങ്ങളുടെ. വെരി ഗുഡ് ബോയ്സ്. ഐ ലൈക്ക് ഇറ്റ്. താങ്ക് യു ശാന്തി മാസ്റ്റർ. ലൈല മജ്നു. Hi Jishmadas and Suhail. It was a nice attempt and very beautifully utilized the platform. ഈ പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞാൽ ആ കൊറിയോഗ്രാഫറിൻ്റെ ഐഡിയയിൽ ശരിക്കും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ പറഞ്ഞാണെങ്കിൽ ലൈവായിട്ടുള്ള ക്യാരക്ടറും സ്ക്രീനിലെ ബാക്കിൽ വരുന്നതും. ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജിൽ ഇന്ന് പെർഫോം ചെയ്തതിൽ ഒരു സ്റ്റെപ്പ് പോലും മിസ് ചെയ്യാതെ, ഒന്നും മറക്കാതെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഹാർഡ് വർക്ക് ഈസ് എ സീക്രട്ട് ഓഫ് സക്സസ്. ഹാർഡ് വർക്ക് ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ്. അങ്ങനെ നിങ്ങളുടെ ഹാർഡ് വർക്ക്, ഐ തിങ്ക് സോ, യുവർ പ്രാക്ടീസ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഗ്രാൻഡ് ഫിനാലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അവാർഡ് ഷോയിൽ ചെയ്താലും എത്രയൊക്കെ ടഫായിട്ട് പ്രാക്ടീസ് ചെയ്താലും ചെറിയതായിട്ടൊരു മിസ്റ്റേക്ക് എന്തായാലും വരും. അതും തെറ്റിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്ക് സ്റ്റേജിൽ പോയിരുന്ന് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവും. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഇത്രയും ഹിപ്പ് ഹോപ്പ് സ്റ്റൈലിഷ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് അത്രയും മെമ്മറൈസ് ചെയ്ത് കളിക്കുന്നത് ഇറ്റ് വാസ് ഹാൻഡ്സ് ഓഫ് ആൻഡ് നൈസ് കൊറിയോഗ്രാഫി ആൻഡ് എ നൈസ് അറ്റംപ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റോമിയോ ജൂലിയറ്റ്. സുഹൈദ്, ജിഷ്ണുദാസ്, ഒരു ഡിഫറെൻ്റ് അറ്റംപ്റ്റ് ആണ്. നമ്മളൊരു സ്റ്റേജിൽ വരുമ്പോൾ ഹൈറ്റ് ഓഫ് ദ ഫിഗർ, നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ ഇപ്പം നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത് ആക്ച്വൽ ഹൈറ്റ് വരണമായിരുന്നു. ഇപ്പം എനിക്ക് ഫീൽ ചെയ്ത, മേ ബി ഞാനിത് ഒരു വട്ടം ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്, നിങ്ങളുടെ ക്യാമറ ആംഗിളിലും ഫ്ലോറ് കുറേ ഉണ്ടായിരുന്നു. അപ്പം ബാക്കിൽ ആ സ്ക്രീനിൽ നിൽക്കുന്ന ആൾ നിങ്ങളുടെ ഈ ഒരു ആക്ച്വൽ സ്റ്റേജിൽ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡാൻസ് തന്നെയാണ് അവിടെ ഒരു സ്ക്രീനിലും ചെയ്തത്. ഒരാൾ സ്ക്രീനിലുണ്ട്, ഒരാൾ നേരിട്ട് വരുന്ന നല്ല, അതിനപ്പുറം ഒരു സർപ്രൈസിങ് ആയിട്ടൊരു വലിയൊരു ഒരു വാവ് ഫാക്ടർ ഒന്നും
ഇല്ലായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന അതേ മൂവ്മെന്റ്സ് തന്നെയാണ്. ഒരാൾ സ്ക്രീനിൽ വരും, ഒരാൾ ഇപ്പുറം വരും. പക്ഷേ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഇൻട്രാക്ഷനോ അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരുന്നത് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിരുന്നേനെ. ഒരു പെർഫോമൻസ് വൈസ് ഇറ്റ് വാസ് ഓക്കെ, ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു റോമിയോ ജൂലിയറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പുതിയ ഐഡിയ കൊണ്ടുവന്നതിന് ആൻഡ് കുറച്ചും കൂടി വി എക്സ്പെക്റ്റഡ് മോർ, ബട്ട് ഐഡിയ വാസ് സൂപ്പർ. ശാന്തി മാസ എത്ര മാർക്സ് ആണ് ഈ ഒരു പെർഫോമൻസ്? I'll give you 9 on 10. 9 on 10. Leila Majnu? 9.5 on 10. 9.5 on 10. Romeo Juliet? 9 on 10. 9 on 10. 27.5 out of 30. Thank you Jishnudas and Suhaib. ഇനി വരുന്ന റൗണ്ട്സ് കുറച്ച് റൗണ്ട്സേ ഉള്ളൂ, പക്ഷെ നല്ല നല്ല ഐഡിയാസ് ആൻഡ് പെർഫോമൻസ് കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെ ഇന്നത്തെ 3 റൗണ്ട്സ് എല്ലാം കഴിഞ്ഞു. ഇതിൽ നിന്നും ആരാണ് ഇന്നത്തെ ബെസ്റ്റ് പെയർ അഥവാ ബെസ്റ്റ് പ്രസന്റേഷനും ആവാം. ബിഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു കോൾ upon the contestants on stage. ശാന്തി മാസ്റ്റർ, ഇന്നത്തെ ബെസ്റ്റ് പെയറാണോ അതോ പ്രസന്റേഷൻ, കൊറിയോഗ്രാഫി, എന്താണ്? 3 കാറ്റഗറീസ് അല്ലേ പറഞ്ഞ? ആ 3 കാറ്റഗറീസും കൊണ്ടുപോകുന്നത് ഒരു ജോഡിയാണ്. പക്ഷെ എനിക്ക് അവരെ കണ്ട പേടിയാണ്. മധു ആൻഡ് സാൻഡ്ര, കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ എല്ലാ കണ്ടസ്റ്റൻസ് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ അതിൽ നിന്നും വൺ ഓഫ് ദി ബെസ്റ്റ്. ഡോണ്ട് ബി സാഡ്, വി സ്റ്റിൽ ഹാവ് ടൈം. ഇനിയുണ്ട് ദിവസങ്ങൾ, ഇനിയുണ്ട് റൗണ്ട്സ്. അപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും കുറെ ബോണസ് പോയിന്റ് കളക്ട് ചെയ്യാം. അടുത്ത ദിവസം വീണ്ടും കാണാം. ദിസ് ഈസ് മീ സിജ സൈനിങ് ഓഫ് ഫ്രം പ്രീമിയർ ഫുട്വെയർ. ലെറ്റ്സ് ഡാൻസ് സീസൺ 2. ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് പല രീതിയിലുള്ള ഡാൻസ് ചെയ്ത് വന്നാലേ ഇങ്ങനെ കൂടി ഇതിലും കൂടി ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളാണ്. ചില കോൺസെപ്റ്റുകൾ എടുക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവത്തില്ല, അയ്യോ എന്താ ചെയ്ത അല്ലെങ്കിൽ എന്താ ഉദ്ദേശിച്ചെന്ന്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഈ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ കോൺസെപ്റ്റിനെ. സോ അതിന് ഹാൻഡ്സ് ഓഫ്. Open Gangnam Style. Gentleman. ഈ ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന 2 മികച്ച ഡാൻസേഴ്സ് തന്നെയാവും. Game over.